കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ നിങ്ങൾക്കേവർക്കും എൻ്റെ എളിയ സ്നേഹവന്ദനം. കർത്താവിന് സ്തോത്രം. നാളുകളായി നാം സന്തോഷത്തെക്കുറിച്ചാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങൾക്ക് സന്തോഷം കൂടി വരുന്നുണ്ടോ? അതോ ദുഃഖത്തിൻ്റെ ചില അനുഭവങ്ങളിലൂടെ പോകുമ്പോൾ ലഭിക്കുന്ന സന്തോഷം നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ? തിരുവചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു സന്തോഷം, പക്ഷേ ജീവിതത്തിൻ്റെ കൈപ്പേറിയതായ രംഗങ്ങളിലേക്ക് ചെല്ലുമ്പോൾ ലഭിച്ച സന്തോഷം നഷ്ടപ്പെട്ട് വീണ്ടും ദുഃഖത്തിലേക്കും നിരാശയിലേക്കും പോകുന്നവരാരെങ്കിലും ഉണ്ടോ? ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്ന ഈ തിരുവചനം നിങ്ങളെ വീണ്ടും സന്തോഷത്തിലേക്ക് നയിക്കുകയും സന്തോഷത്തിൽ നിലനിൽക്കാൻ നിങ്ങൾക്ക് കൃപ തരികയും ചെയ്യട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ, സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. റിജോയ്സ് ഇൻ ദ ലോർഡ് ഓൾവേസ്, ആൻഡ് അഗെയിൻ ഐ സേ റിജോയ്സ്. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ, സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. അപ്പോസ്തലനായ പൗലോസിൻ്റെ ജീവിതത്തെക്കുറിച്ച് നോക്കിയാൽ അറിയാം. ദമസ്കോസിൻ്റെ പടിവാതിൽക്കൽ വെച്ച് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് ദൈവ വഴിയിലേക്ക് വന്ന കാലം മുതൽ ഏറെ താമസിക്കാതെ കർത്താവിൻ്റെ വേലയോടനുബന്ധിച്ച് അനേകം പീഡനങ്ങളും കഷ്ടങ്ങളും ദുരിതങ്ങളും വേദനകളും ഒറ്റപ്പെടുത്തലുകളും അടികളും പീഡനങ്ങളെല്ലാം ഏറ്റുവാങ്ങിയ ഒരു ദൈവത്തിൻ്റെ ശ്രേഷ്ഠനായ ശുശ്രൂഷകനായിരുന്നല്ലോ അപ്പോസ്തലനായ പൗലോസ്. പക്ഷേ ഈ പ്രതിസന്ധികളുടെ മധ്യത്തിലും അപ്പോസ്തലൻ്റെ അടുക്കൽ വരുന്നവരോട് മാത്രമല്ല, തൻ്റെ ലേഖനത്തിലൂടെയും എഴുത്തുകളിലൂടെയെല്ലാം അപ്പോസ്തലൻ ജനത്തെ പ്രബോധിപ്പിച്ചത് നിങ്ങൾ സന്തോഷിക്കണമെന്നാണ്. സന്തോഷിപ്പീൻ, സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. വീണ്ടും വീണ്ടും അപ്പോസ്തലൻ പറയുകയാണ്. സ്വന്തം ജീവിതത്തിൽ അനേകം പ്രതിസന്ധികളിലൂടെ കടന്നു പോയി. എന്തിന്? അപ്പോസ്തലനായ പൗലോസിൻ്റെ നിഴലടിച്ചാൽ രോഗികൾ ചാടി എഴുന്നേൽക്കുമായിരുന്നു. അപ്പോസ്തലൻ്റെ ഉത്തരീയമോ റൂമാലോ മറ്റോ കൊണ്ടിട്ടാൽ രോഗികൾ ചാടി എഴുന്നേൽക്കുമായിരുന്നു. അങ്ങനെയുള്ള അപ്പോസ്തലനായ പൗലോസിന് രോഗമുണ്ടായിരുന്നു. ഈ രോഗം മാറിക്കിട്ടുവാൻ 3 വട്ടം കർത്താവിനോട് നിരന്തരമായി മാറി മാറി അപ്പോസ്തലൻ പ്രാർത്ഥിച്ചു. പക്ഷേ കർത്താവ് പറഞ്ഞു, മൈ ഗ്രേസ് ഈസ് സഫിഷ്യൻറ്റ് ഫോർ ദീ, എൻ്റെ കൃപ നിനക്ക് മതി, രോഗം അവിടെ ഇരിക്കട്ടെ. ഇങ്ങനെ അനേകം പ്രതിസന്ധികളിലൂടെ പോയ അപ്പോസ്തലനായ പൗലോസ് എഴുതിയിരിക്കുന്നു, സന്തോഷിപ്പീൻ, സന്തോഷിപ്പീൻ എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എങ്ങനെയാണ് സന്തോഷിക്കേണ്ടത്? കർത്താവിലെപ്പോഴും സന്തോഷിപ്പീൻ. കർത്താവിലാണ് സന്തോഷിക്കേണ്ടത്. ഈ ഭൂമിയിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ടെങ്കിലും ശാശ്വതമായ സന്തോഷം നമുക്ക് കിട്ടുകയില്ല. കർത്താവിൽ സന്തോഷിക്കണം. കർത്താവിൽ സന്തോഷിക്കണമെങ്കിൽ നാം കർത്താവിലാകണം. ഇൻ ക്രൈസ്റ്റ്. ഹല്ലേലൂയ. എങ്ങനെയാണ് നമുക്ക് ക്രിസ്തുവിലാകാൻ കഴിയുന്നത്? യേശുക്രിസ്തുവിന് വേണ്ടി നമ്മുടെ ജീവിതം വേർതിരിക്കുമ്പോൾ, യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി നാം സ്വീകരിക്കുമ്പോൾ, അറിയായ്മയുടെ കാലങ്ങളെ ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്നുള്ള ദൈവിക കൽപ്പന നമ്മുടെ ജീവിതത്തിൽ അനുസരിക്കുമ്പോൾ ക്രിസ്തു നമ്മിൽ വരും. നാം ക്രിസ്തുവിലായിത്തീരും. ക്രിസ്തുവിൽ നാം ജനിക്കും. ആ അനുഭവത്തിലൂടെ പോകുമ്പോൾ നമുക്ക് കർത്താവിൽ സന്തോഷിക്കാൻ പറ്റും. മാത്രമല്ല, ഇവിടെ അപ്പോസ്തലൻ പറയുന്നത് 5-ാമത്തെ വാക്യം വായിക്കുമ്പോൾ പറയുന്നു, നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ. വാസ്തവമായ ഒരു ഹൃദയ സന്തോഷം നമ്മിൽ വരുമ്പോഴാണ് നമ്മിൽ സൗമ്യതയും വരുന്നത്. കർത്താവിന് സ്തോത്രം. ചുട്ടുപൊള്ളുന്ന മണലാരണ്യം പോലെയുള്ള ഹൃദയവുമായി നടക്കുന്ന മനുഷ്യർ കൊച്ചു കാര്യങ്ങൾ വരുമ്പോൾ അവർ ഭയങ്കരമായിട്ട് കോപിക്കും, ഭയങ്കര വിറഞ്ഞു കോപിക്കും. അവർ കോപിക്കുക മാത്രമല്ല, ചില ദുഷ്പ്രവൃത്തികളും ചെയ്തു കളയും. എന്തുകൊണ്ടാണ്? അവരുടെ ഉള്ളിൽ സന്തോഷമില്ല. ഇല്ലേ, നമ്മുടെ ചുറ്റുപാടും എന്തെല്ലാം കാര്യങ്ങളാണ് നാം കേൾക്കുന്നത്. പെട്ടെന്ന് കൊലപാതകങ്ങൾ നടക്കുന്നു, ഏതെല്ലാം കാര്യങ്ങൾ ഇല്ലേ. ഇതിൻ്റെ എല്ലാം പിന്നിൽ വ്യാപരിക്കുന്നത് എന്താണ്? കർത്താവിൻ്റെ സന്തോഷം അവരുടെ ഹൃദയത്തിലില്ല. ഈ ലോകത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉത്സാഹിക്കുന്നു, അധ്വാനിക്കുന്നു, മുന്നോട്ടോടുന്നു. സന്തോഷമില്ല. ഒരുപക്ഷെ കുറേ പണം നേടാൻ പറ്റിയെന്നിരിക്കും, കുറേ രാഷ്ട്രീയ ബന്ധങ്ങളുണ്ടായിരിക്കും, സമൂഹത്തിൽ വലിയ സ്ഥാനവും മാനവും ഒക്കെ ഉണ്ടായിരിക്കും. പക്ഷേ
ക്രിസ്തു തരുന്ന സന്തോഷമില്ലെങ്കിൽ നമ്മുടെ ജീവിതം വാസ്തവമായി ഫലവത്താകുകയില്ല. നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യർ പറയട്ടെ ഒരു ആന്തരിക ശാന്തത നമുക്ക് തരും. അതാണ് ക്രിസ്തു തരുന്ന വലിയ ഉന്നതമായ കാര്യങ്ങൾ. ഉള്ളിലൊരു ശാന്തത. പ്രശ്നങ്ങൾ പലതും പുറമെ നടക്കുമെങ്കിലും ഉള്ളിലൊരു സൗമ്യത, ഒരു ശാന്തത. ഒരുപക്ഷെ കടബാധ്യത തിക്കിത്തിരക്കൊണ്ടിരിക്കുകയായിരിക്കും. ബാങ്കിൽ നിന്ന് 100 കണക്കിന് കോളുകൾ. കഴിഞ്ഞ ഒരു ദിവസം ഒരു യവനക്കാരൻ പറഞ്ഞു, സാറേ 800 കോളോ 600 കോളോ ഒറ്റ ഡിഫറെൻറ്റ് ബാങ്കുകളിൽ നിന്ന് എനിക്ക് വന്നുവെന്ന്. അദ്ദേഹം പറയുകയാണ്, ഈ 600 കോളും ഞാൻ അറ്റൻഡ് ചെയ്യാൻ പോയാൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും. അതുകൊണ്ട് ഞാൻ ചിലപ്പോൾ ഫോൺ മാറ്റി വെച്ചിട്ടിരിക്കുകയാണ്. 600-800 കോള് ഒരു വിവിധ ബാങ്കുകളിൽ നിന്ന് ഒരു ആൾക്ക് വരിക എത്ര മനസ്സിനെ സങ്കടപ്പെടുന്ന കാര്യമാണ്. പക്ഷേ ഞാൻ പറയട്ടെ, അതിൻ്റെ മധ്യത്തിലും യേശു നിങ്ങളുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് സന്തോഷിക്കാൻ പറ്റും, കർത്താവിൽ സന്തോഷിക്കാൻ പറ്റും. നിങ്ങൾക്ക് സൗമ്യമായി പ്രശ്നങ്ങളെ നേരിടാൻ പറ്റും. സൗമ്യമായി ശാന്തമായി പ്രശ്നങ്ങളെ നേരിട്ടാൽ നമുക്ക് പെട്ടെന്ന് പ്രശ്നങ്ങളെ ഓവർകം ചെയ്യാൻ പറ്റും. മാത്രമല്ല, ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ, കർത്താവ് വരുവാനടുത്തിരിക്കുന്നു. അതിൻ്റെ മർമ്മപ്രധാനമായ കാര്യം അതാണ്. കർത്താവിൽ സന്തോഷിപ്പീൻ എന്ന് പിന്നെയും പൗലോസ് പറയാൻ കാരണം, കർത്താവ് വരുവാനടുത്തിരിക്കുന്നു. കർത്താവ് വരും. കർത്താവ് വന്നാൽ വാസ്തവമായി ക്രിസ്തുവിന് വേണ്ടി ജീവിതം വേർതിരിക്കപ്പെടും, ചേർക്കപ്പെടും. പിന്നെ അവിടെ ദുഃഖമില്ലാത്ത നാട്ടിലേക്ക്, കണ്ണുനീരില്ലാത്ത വീട്ടിലേക്ക്, സന്തോഷത്തിൻ്റെ പറുദീസയിൽ നാം പ്രവേശിക്കും. അവിടെ വേദനകളില്ല, അവിടെ ഒറ്റപ്പെടുത്തലുകളില്ല, അവിടെ വിയോഗ ദുഃഖങ്ങളില്ല, വിരഹവേദനകളില്ല, അവിടെ എതിർപ്പുകളില്ല, അവിടെ തേജോവധം ചെയ്യുകയില്ല, ക്യാരക്ടർ അസാസിനേറ്റ് ചെയ്യുകയില്ല, അവിടെ സൈഡ് ട്രാക്ക് ചെയ്ത് നിർത്തുകയില്ല. ഇല്ലേ, ഇന്ന് ഒറ്റപ്പെടുത്തി നിർത്തുന്നു. കുടുംബത്തിൽ എല്ലാവരും ഉണ്ട്, പക്ഷേ ചിലരെല്ലാം ഒറ്റപ്പെടുത്തുന്നു. പ്രത്യേകിച്ച് ഈ വിശ്വാസത്തിലേക്ക് വന്നവരെ പ്രത്യേകിച്ച് ഒറ്റപ്പെടുത്തുന്നു. കുടുംബത്തിൽ ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ വന്നവരാരെങ്കിലും ഇന്ന് ഈ തിരുവചനം കേൾക്കുന്നുണ്ടോ? നിങ്ങളെ ഒറ്റപ്പെടുത്തി ഇട്ടിരിക്കുകയായിരിക്കും. എന്നാൽ മകളെ, ഇത് കുറച്ച് കാലത്തേക്കേ ഉള്ളൂ. കർത്താവ് വരുവാനടുത്തിരിക്കുന്നു. അതുകൊണ്ട് നീ സന്തോഷിച്ചു കൊള്ളുക. കർത്താവ് വരുമ്പോൾ നിന്നെ ഒറ്റപ്പെടുത്തുകയല്ല, നിന്നെ മാനിക്കും. കോടാനുകോടി ജനങ്ങൾ നിൽക്കുന്ന സദസ്സിൽ മകളെ നിന്നെ കൊണ്ടുവന്ന കർത്താവ് നിന്റെ പേര് വിളിക്കും. ഹല്ലേലൂയ. കർത്താവ് നിന്നെ അനുമോദിക്കും, നിന്നെ അപ്രീഷിയേറ്റ് ചെയ്യും. ആ ശുഭപ്രതീക്ഷയോടെ വേണം നാം ജീവിക്കാൻ. ഇന്നത്തെ പ്രതിസന്ധികളിലേക്കും പ്രയാസങ്ങളിലേക്കും ഒറ്റപ്പെടുത്തലുകളിലേക്കും ദുഃഖനിപ്തമായ ജീവിത പന്ഥാവിലേക്കും നോക്കി നാം നിരാശപ്പെട്ടു പോകരുത്. നാം പ്രതീക്ഷയോടെ, എൻ്റെ കർത്താവ് വരും, എൻ്റെ യേശു വരുമ്പോൾ എന്നെ ചേർക്കും, ഞാൻ രൂപാന്തരപ്പെട്ട തേജസ്കരിക്കപ്പെട്ട ശരീരം എനിക്ക് കിട്ടും, ഞാൻ നിത്യയുഗായുഗ എൻ്റെ യേശുവിനോടൊത്ത് വസിക്കും. അത് ഓർത്ത് സന്തോഷിക്കണമെന്നാണ് അപ്പോസ്തലൻ പറയുന്നത്. കർത്താവിലെപ്പോഴും സന്തോഷിപ്പീൻ. പിന്നെയും പറയുന്നു, നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യർ വരട്ടെ, കർത്താവ് വരുവാനടുത്തിരിക്കുന്നു. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. വിചാരപ്പെട്ട എന്നാ ഗുണം? വിചാരപ്പെടുന്നതിനാൽ നിന്റെ നീളത്തോട് ഒരു മുഴം കൂട്ടുവാൻ നിനക്ക് കഴിയില്ലല്ലോ മോനെ എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. കർത്താവിന് സ്തോത്രം. കർത്താവ് വരുവാനടുത്തിരിക്കുന്നു. ഒന്നിനെക്കുറിച്ച് വിചാരപ്പെടരുത്. എന്ത് നാം ചെയ്യണം? എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക, എത്രയാണ് വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവിളെയും ക്രിസ്തുയേശുവിൽ കാക്കും. ആ വാക്യങ്ങളെല്ലാം ചേർത്ത് നാം വായിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം മനസ്സിലാകും. എന്തുകൊണ്ടാണ് അപ്പോസ്തലൻ പറഞ്ഞത് കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പാൻ? യേശു വരാറായി. അതുകൊണ്ട് ഭാരമെടുക്കണ്ട. ആവശ്യങ്ങൾ സ്തോത്രത്തോടെ അറിയിക്കാം. സ്തോത്രം പറഞ്ഞ ആവശ്യങ്ങൾ പറയുക എന്ന് പറഞ്ഞാൽ എന്താ ഇതിൻ്റെ അർത്ഥം? ദൈവം തന്ന നന്മകൾക്ക് വേണ്ടി കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് തരാൻ പോകുന്ന പ്രാർത്ഥനാ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. അതാണ് സ്തോത്രത്തോടെ ദൈവത്തോടെ അപേക്ഷിക്കുക എത്രയാണ് വേണ്ടതെന്നതിൻ്റെ അർത്ഥം. ഇന്ന് പലരും ലഭിച്ചതിന് നന്ദി പറയുകയില്ല. ലഭിക്കാൻ പോകുന്നത് കിട്ടിയില്ലോ, അതങ്ങനെയായില്ലോ, ഇങ്ങനെയായില്ലോ, 100 വിഷയങ്ങൾ ദൈവസ്ഥലിൽ കൊണ്ടുവരും. എന്നാൽ പ്രിയപ്പെട്ട ദൈവജനമേ, ഞാൻ നിങ്ങളോടൊരു ആത്മീയ മർമ്മം പറയാം. നിങ്ങൾക്ക് ലഭിച്ചത് ഇച്ചിരിയാണെങ്കിലും കുറച്ചാണെങ്കിലും നിങ്ങൾ മാറിയിരുന്ന ആർത്തുപാടി ആഘോഷത്തോടെ ആനന്ദത്തോടെ നിങ്ങൾ ദൈവത്തോട് നന്ദി പറഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടും. ഇന്ന് പലരും പ്രാർത്ഥനകൾ ഒരുപാടുണ്ട്, പക്ഷെ നന്ദി കുറവാണ്. എന്നാൽ കർത്താവിൻ്റെ വചനം പറയുന്നു, സ്തോത്രത്തോടെയാണ് ആവശ്യങ്ങൾ പറയേണ്ടത്. ലഭിച്ച നന്മകൾക്ക് വേണ്ടി സ്തുതിക്കണം, കർത്താവിനോട് നന്ദി പറയണം. കൃപയാൽ ഞാൻ കേമൊന്നും പറയുകയല്ല, ഞാൻ എന്നെ പുകഴ്ത്തിയും പറയുകയല്ല. ഒരു നന്ദിയുള്ള ഹൃദയം എൻ്റെ കർത്താവ് എനിക്ക് തന്നിട്ടുണ്ട്. കൃപയാൽ. 1 കൊരിന്ത്യർ 12:8 കർത്താവ്
ഞാനായിരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാണെന്ന് എനിക്ക് കൃത്യമായി ഞാൻ മനസ്സിലാക്കുന്നു. ഒന്ന് സാക്ഷ്യം പറയാൻ പറ്റുന്നത്, ഒരു വചനം പറയാൻ പറ്റുന്നത്, എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റുന്നത്, അത് ആത്മീയമായിക്കോട്ടെ ഭൗതികമായിക്കോട്ടെ, നന്ദി കരയറ്റാറുണ്ട്. കർത്താവേ, അങ്ങേക്ക് സ്തുതി. എല്ലാറ്റിനും സ്തോത്രം ചെയ്യാറുണ്ട്. അത് തികഞ്ഞു എന്നല്ല ഞാൻ പറയുന്നത്, തികഞ്ഞു എന്നല്ല. പക്ഷേ ഞാൻ ഇല്ലായ്മയിലേക്ക് നിരാശപ്പെടുന്നവനല്ല. തന്നതോർത്ത് ദൈവത്തെ സ്തുതിച്ച് ഇത്രയും തന്ന ദൈവം ഇനിയും തരുമെന്നുള്ള വിശ്വാസം, അതാണ് ക്രിസ്തീയ വിശ്വാസം. ഇതുവരെ നടത്തിയ ദൈവം ഇനിയും നടത്തും. ഇതുവരെ പോറ്റി പുലർത്തിയ ദൈവം ഇനിയും പോറ്റും. ഏലിയാവിനെ കാക്ക കൊണ്ട് കിരീടത്തിൻ്റെ പക്കൽ പോറ്റിയ ദൈവം ഇനിയും എന്നെയും പോറ്റാൻ ശക്തനാന്നുള്ള ഉറപ്പ്, അത് ഓർത്താർത്തുപാടി ദൈവത്തെ സ്തുതിക്കുക. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ. സ്തോത്രത്തോടെ നിങ്ങളുടെ ആവശ്യങ്ങൾ ദൈവത്തോട് അറിയിപ്പീൻ. കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഓർത്ത് നാം സന്തോഷിക്കണം. ഇന്നത്തെ ദുഃഖങ്ങളോട് യാത്ര പറഞ്ഞ് നമുക്ക് സന്തോഷിക്കുന്നവരാകാം. ചിയർഫുൾ ഹാർട്ട് ഈസ് എ ഗുഡ് മെഡിസിൻ. നിങ്ങളങ്ങനെ സന്തോഷിച്ചാൽ നിങ്ങളുടെ ചില രോഗങ്ങൾ പോലും മാറും, ചില തലവേദനകൾ മാറും, ചില നെഞ്ചരിച്ചിലുകൾ മാറും, ഇല്ലേ? ഒരു എരിച്ചിൽ പോലെ നിങ്ങളുടെ ആകുലങ്ങൾ മാറും. അങ്ങനെ സന്തോഷത്തോടെ യേശുവിനോടൊത്ത് ജീവിക്കാൻ ഈ ഭൂമിയിൽ സാധിക്കും. കടന്ന് ദൈവരാജ്യത്തിൽ ചെല്ലുമ്പോൾ, സ്വർഗരാജ്യത്തിൽ ചെല്ലുമ്പോൾ യേശുവിനോടൊത്ത് വസിക്കുക എന്നുള്ളത് മാത്രമല്ല, ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ. യേശുക്രിസ്തുവിനോടൊത്ത് ജീവിക്കുന്ന ജീവിതം, അതാണ് ദൈവരാജ്യം. യേശുക്രിസ്തുവാണ് ദൈവരാജ്യം. ക്രിസ്തുവിനോടൊത്ത് ജീവിക്കുന്ന സൗഭാഗ്യ ജീവിതമാണ് ദൈവരാജ്യത്തിൻ്റെ അനുഭവം. ആ അനുഭവത്തിലേക്ക് എൻ്റെ മാന്യ സഹോദരി സഹോദരങ്ങൾ വരണമേ എന്നുള്ള പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കട്ടെ. ഇന്ന് ദുഃഖത്തിൽ കഴിയുന്നവരുണ്ടോ? ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇപ്പോൾ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. വേദനയിലും സങ്കടത്തിലും ദുഃഖത്തിലും വിരഹവേദനയിലും അനേകം പ്രതിസന്ധികൾ, കടബാധ്യത, രോഗം, ഞെരുക്കങ്ങൾ, മക്കളുടെ പ്രശ്നങ്ങൾ, ഭർത്താവിൻ്റെ പ്രശ്നം, ഭാര്യയുടെ പ്രശ്നം, അങ്ങനെ 100,000 പ്രശ്നങ്ങൾ വലയുന്ന ദൈവജനമേ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. കർത്താവ് വിടുവിക്കും. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചാൽ കർത്താവ് നിങ്ങളെ വിടുവിക്കും. അങ്ങനെ പ്രാർത്ഥന ആവശ്യമുള്ളവരിപ്പോൾ പ്രാർത്ഥിപ്പീൻ, എന്നോട് ചേർന്ന് പ്രാർത്ഥിപ്പീൻ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, രാജാധിരാജനായ കർത്താവേ, യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അങ്ങയുടെ അടുക്കിലേക്ക് കടന്നു വരുന്നു. അപ്പോൾ ദുഃഖത്തിൽ കഴിയുന്ന വലിയൊരു കൂട്ടം ജനം ഞങ്ങളുടെ മുമ്പിലുണ്ട്. ഇപ്പോൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പലരും വേദന ഉള്ള ഹൃദയവുമായി, ഹൃദയത്തിൽ സങ്കടം പേറി സങ്കടം ചുമന്നുകൊണ്ട് നടക്കുന്നവരുണ്ട്. കണ്ണുനീരും കൈയുമായി കഴിയുന്നവരുണ്ട്. എൻ്റെ നാഥ, അവിടുത്തെ കരം നീട്ടണമേ. അവിടുത്തെ കരം ഈ മക്കളെ തൊടണമേ. സന്തോഷവരമേൽ പകരണമേ. ദുഃഖം തുടച്ചു മാറ്റണമേ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ അനുഗ്രഹിക്കുന്നു. ഇവരുടെ മേൽ സന്തോഷം പകർന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ, സന്തോഷം പകരപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ അത്ഭുത നാമത്തിൽ തന്നെ, ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾക്ക് പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടോ? ഏതെങ്കിലും കാര്യം ഞങ്ങളോട് ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളെ വിളിച്ചാൽ ഞങ്ങൾ അറ്റൻഡ് ചെയ്യാം. പക്ഷേ ഞങ്ങൾ എന്നും പറയുകയും ഞങ്ങൾ അഡ്വൈസ് ചെയ്യുന്ന കാര്യം, നിങ്ങൾ ഒറ്റയ്ക്ക് യേശുവിനെ അനുഭവിക്കണം. യേശുവിനെ രക്ഷിതാവും കർത്താവായി സ്വീകരിച്ച് നിങ്ങൾ ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുക. യേശു നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കും. നിങ്ങൾ ദൈവസന്നിധി ഹൃദയം പകരൂ. അങ്ങനെ ഒരു അനുഭവം നിങ്ങൾ പടുത്തുയർത്തണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. തീർച്ചയായും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവനാമം